നല്ല ആളാ അമ്മണി. ആൾത്തിറക്കി കാത്തുനിന്ന് വിചാരിച്ച് ഞാൻ അവിടെയൊക്കെ തിരഞ്ഞു. ഞാൻ കുറെ നേരം കാത്തു നിന്നു. കുട്ടിയേട്ടൻ വരാതിരുന്നപ്പോ പേടിയായി. എന്തിന്? എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും പേടിയാ കുട്ടിയേട്ടാ. ഇതിലിപ്പോ എത്ര പേടിക്കാനുള്ളത്? നിന്റെ അച്ഛന്റെ പേര് ശങ്കരൻകുട്ടി എന്നും എന്റെ പേര് വേലായുധൻകുട്ടി എന്നുവാ. ഈ രണ്ട് പേരിലും കുട്ടികളുണ്ട്. കുട്ടികളായി തല്ലുകൂടില്ലേ? ഇതും അത്രയൊക്കെ ഉള്ളൂ. ഇത് വെറും തല്ലല്ലോ, ശരിക്കും യുദ്ധം തന്നെയാ. അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയേട്ടനെയും എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല. സാരമില്ല, കേറ്. അയ്യേ, ഞാനില്ല, അതൊന്നും വേണ്ട. എടി ബുദ്ധൂസേ, നമ്മള് തമ്മിൽ സ്നേഹത്തിലാന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല. ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല. വാ, കേറ്. ഈ സൈക്കിൾ എന്നെ എവിടം വരെ കൊണ്ടാക്കും? ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. സാരമില്ല, അമ്മണിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇടുന്നവരെ ടിക്കറ്റിന്റെ ആവശ്യമില്ല. യാത്ര മുഴുവൻ ഫ്രീയാ. വീടിന്റെ കടംകാരനെ ഇത്രയും നാൾ അമ്മാവന്റെ മുമ്പിൽ ശ്വാസം മുട്ടുകയായിരുന്നു. ഇനി കുഴപ്പമില്ല, പ്രശ്നം തീർന്നില്ലേ? കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി. അമ്മ അറിയുന്നത് നല്ലതാ, പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കേൾക്കും. അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും. നമ്മുടെ കല്യാണം നടക്കുവോ കുട്ടിയേട്ടാ? അതെന്നേ നടന്നു കഴിഞ്ഞില്ലേ മോളെ? ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം. അതിനുള്ള പങ്കപ്പാടല്ലേ ഇതൊക്കെ. ചെറുപ്പത്തില് നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയേട്ടന് ഓർമ്മയുണ്ടോ? പിന്നെ ആ തീവണ്ടി പോയി തല കുത്തിന തോട്ടിലേക്ക് മറിഞ്ഞ അമ്മണിക്ക് ഓർമ്മയുണ്ടോ? അഹമ്മദീന്നതിന്റെ ഒക്കെ പേര്. അവന് ബുദ്ധിയില്ല. നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം. അമ്മ ഇനി അതും ഇതും പറഞ്ഞ അവളെ വിഷമിപ്പിക്കണ്ട. സാരമില്ല മോളെ, ഇതൊക്കെ സാധാരണയാ. നല്ല സാധാരണയാ. ഇച്ചിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കിൽ രണ്ടും ആശുപത്രിയിലായേൻ. കുട്ടിയേട്ടൻ വെട്ടിക്കുന്നാ ഞാൻ വിചാരിച്ചേ. അവന് വെട്ടിക്കാൻ അറിയില്ലടി. അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പ് ഈ വീട്ടിലെത്തേണ്ടതല്ലേ. മതിയമ്മേ തോർത്തിയത്. അമ്മണിക്കുട്ടിക്ക് തലവേദന എടുക്കും. നീ ഒന്നും മിണ്ടാണ്ടേ. ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ച് തോർത്തിയിട്ട് കാലം എത്രയായി? അമ്മണിക്കുട്ടിയെ, നിന്റെ അച്ഛന്റെ വിചാരം അവൻ ദേവേന്ദ്രനാണെന്നാ. അവൻ വിചാരിച്ചോട്ടെ, നമുക്കെന്തല്ലേ മോളെ. മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ, നേരാണോ മുത്തശ്ശി? അവൻ അങ്ങനെ പറഞ്ഞു. അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. എന്ന് അവനോട് പറ, ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന്. അത് നിന്നെ കൊണ്ട് നിന്റെ കുട്ടിയേട്ടന് കലക്കി കൊടുത്തു എന്നും പറ. എന്താ എല്ലാരും കൂടി? എന്തുപറ്റി? അമ്മണിക്ക് വഴിക്ക് വെച്ച് തല ഇറങ്ങി വന്ന് വീട്ടിൽ കൊണ്ടാക്കാന്ന് വെച്ച സൈക്കിൾ എടുത്ത്. നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിൽ ആംബുലൻസാ? സുഖമില്ലാത്തവർ വീട്ടിൽ കൊണ്ടാക്കാൻ? അല്ല. അതൊന്ന് മൂത്തോക്കി പറ. അല്ല, വാസു കണ്ടു പറ. സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് പോണത് ഞാൻ കണ്ടതാണല്ലോ. ശിലവാസോ കളവ് പറയരുത് കേട്ടോ. എന്താ ഒരു പെൺകുട്ടിയെ പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇതെന്താ വെളിരിക്കപ്പെട്ട? ഇപ്പൊ തലയിട്ടുണ്ടോ അമ്മണി? ഇപ്പൊ തലയിട്ടില്ല. പരസ്യമായിട്ടാണോടി അച്ഛനെ നേരെ പുറപ്പാട്. എന്നെ ധിക്കരിച്ച അരിഞ്ഞ് ഞാൻ പരുന്തിനിട്ട് കൊടുക്കും. വാസു അത് ചെയ്തോ. മതി മതി മതി. വേലായുധം കുട്ടി, നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. ഒന്നും അമ്മാവൻ എന്ത് വേണേ ചെയ്യാം. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ. വാസു നടക്കടി. മോനെ ഇന്നത്തെ പിടിച്ചോ. ഇന്നലെ ഡെലിവറി കൊടുക്കേണ്ട വണ്ടിയാ, ഇതേവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇത് എവിടെയാ വെക്കേണ്ടത്? എവിടെ വയ്ക്കേണ്ടതെന്നോ? ഇത് ഊരാനല്ല മുറുക്കാനാ പറഞ്ഞത്. കള്ള് കുടിച്ചാ വയറ്റി കിടക്കണം. എന്നോട് ഇത് ഊരാനാ പറഞ്ഞത്. താൻ എന്ത് പോഗ്രതയോടോ ഈ കാണിക്കുന്നത്? ജീവിതത്തിനോ സ്റ്റിയറിംഗ് ഇല്ല,
കള്ളും കുടിച്ച് ഉള്ള സ്റ്റിയറിംഗ് ഒരു കൈ പിടിച്ചാലോ? താൻ ആ ബോർഡ് കണ്ടോ? ഈ വർക്ക്ഷോപ്പിന് ഈ പേരിടാൻ തോന്നിയ ബുദ്ധിക്ക് വർക്കിക്ക് ഞാൻ ഒരു ബെൻസ് വാങ്ങിച്ചു തരണുണ്ട്. തന്നെ എന്നെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാ ഈ പേരിട്ടത്. നേരാവണ്ണം പണി അറിയാവുന്ന ഒറ്റ ഒരുത്തൻ ഈ വർക്ക്ഷോപ്പിലുണ്ടോ? പിന്നെയൊക്കെ ദൈവത്തിന്റെ ഒരു സഹായത്തിൽ അങ്ങനെ നടന്നു പോവുക. ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത്. ഇടത്തോട്ട് തിരിച്ചല്ലേ ഊരിയത്, ഇനി വലത്തോട്ട് തിരിച്ചാൽ മതി, മുറുകിക്കോളും. ചെല്ലേ. എന്ത് ഇത്തവണ വെടി വിളിച്ചെടുത്തപ്പോ ഈ നാട്ടിൽ ഭക്തന്മാർ ഇത്രയും കുറവാണെന്ന് കരുതിയില്ല വേലാൻകുട്ടി. എന്തിനാ അതെല്ലാം കൂടി വലിച്ചുവരി കേൾക്കുന്നത്? തെങ്ങേ കയറുമ്പോ ചെത്തുകാരൻ കുഞ്ഞാപ്പൂ, കല്യാണത്തിന് പോയ ബ്രോക്കർ കുഞ്ഞാപ്പൂ, ദേ ഇവിടെ വെടിക്കാരൻ കുഞ്ഞാപ്പൂ. ഏതെങ്കിലും ഒന്നു പോരെ? ജീവിക്കണ്ടേ? ഇതെല്ലാം കൂടി നടത്തിയിട്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ, അമ്മിണിക്കുട്ടയുടെ പേരിൽ ഒരു 4 ഷീട്ട് എഴുതിക്ക്, എന്റെ ലേലത്തൊക്കെ ഒന്ന് ഒട്ടോട്ടെ. അവൾ അങ്ങനെ ദൈവത്തെ വെടിവെച്ച് വീഴ്ത്താറില്ല. ദൈവം താനെ ഇറങ്ങി വരാറാ പതിവ്. ഏൽപ്പിച്ച് 21 വെടിയും കുഞ്ഞാപ്പ് വെച്ചിട്ടുണ്ട്. ദക്ഷിണൊന്നും കിട്ടിയില്ല. 20 കേട്ടുള്ളൂ. കണ്ട എന്നെ ദക്ഷിണൊന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, കുഞ്ഞാപ്പ് നുണ പറയില്ല. ഒക്കെ യോഗാന്ന് വിചാരിച്ചാ മതി വേലായുധം കുട്ടി. എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാ നമ്മളൊക്കെ. സ്നേഹത്തിന് അല്ലെങ്കിൽ കുറവൊന്നുമില്ല അമ്മായി, പിന്നെന്താ? പുന്നാരിച്ചത് മതി, നടക്കണേ. അമ്മായി പോയിക്കോളൂ, ഞാൻ ഒരു കുഴപ്പത്തിനുമില്ല. ഓരോ പ്രശ്നങ്ങൾ ഞാനായിട്ട് ഉണ്ടാകുമ്പോഴും അമ്മ പറയാറുണ്ട് അമ്മാവന്റെ ഹാർട്ട് വീക്കാണെന്ന്. അതേടാ, എന്റെ ഹാർട്ട് വീക്കാ. പക്ഷേ അതൊന്നും നീ മുള്ളിയാ ഉണങ്ങിപ്പോകുന്ന തകരയല്ല, ഉരുക്ക്. അറിയാം, അതാണല്ലോ അമ്മാവന് തീരെ മനുഷ്യപ്പറ്റില്ലാതായി പോയത്. ഒന്നും തന്നമ്മോ. കുട്ടിയേട്ടനൊന്ന് വഴക്കടിക്കാണ്ട് പോകുന്നുണ്ടോ? എനിക്ക് വയ്യ. നടക്കണേ, നടക്ക. അമ്മണേ, നമ്മളോട് സ്നേഹിക്കരുന്ന് പറയാൻ ഈ ലോകത്തൊരുത്തരം വളർന്നിട്ടില്ലടേ. നീ എന്റേതാ, ഈ വേലായുധം കുട്ടിയുടെ. ഏത് ചെകുത്താന്റെ മുമ്പിലും ഞാനത് ചങ്കൂറ്റത്തോടെ പറയും. നിനക്കത് കേൾക്കണോ? ഗുരുവായൂരപ്പ പാർത്ഥസാരഥി, ഈ കലികാലം തീരും മുമ്പേ എന്നെ അങ്ങോട്ട് വിളിക്കില്ലേ എന്റെ ഗുരുവായൂരപ്പ? വിളി കേൾക്കണുണ്ടാവോ? ഉണ്ടാവില്ല മുത്തശ്ശി, ഗുരുവായൂർ ഇവിടുന്ന് കുറെ ദൂരത്തല്ലേ. മിണ്ടാതിരിക്കടാ. കണി കാണും നേരം കമല. മുത്തശ്ശി, കഞ്ഞി വിളമ്പിട്ടുണ്ട്. നല്ല കുട്ടി, ഇപ്പൊ വരാട്ടോ. നീ അതിൽ ഇച്ചിരി നെയ്യും കൂടി ഇട്ടു. മുത്തച്ഛിക്ക് നെയ്യ് ഇഷ്ടാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ കുട്ടിയെ? എന്റെ ഇല്ലിക്കാട്ട് ഭഗവതി, ഇങ്ങനെ എത്ര കാലാ കഴിയാവോ? എന്റെ ചീട്ടൊന്നും അവിടേക്ക് എത്തിയില്ലാവോ? നീ എന്താ ചിരിക്കണ വേലായും കുട്ടിയെ? ഒന്നുമില്ല മുത്തശ്ശി, ഓരോരുത്തരുടെ അതിമോഹം കണ്ടപ്പോ ചിരിച്ചു പോയതാ. മരിക്കാൻ പറയണ്ട അതിമോഹം, അതൊരു മോഹഭംഗല്ലടാ മോനെ. പറയുന്നതിന്റെ അർത്ഥം നേരാമണ്ണം മനസ്സിലാക്കാത്ത നീയൊക്കെ എങ്ങനെയാടാ മലയാളം പഠിപ്പിക്കുന്നത്? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിതി നടുവിൽ ഞാൻ, ഈ നരകത്തീ തന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. അല്ല, ഞാനിതെന്തായി പാടണേ? നരകോ? വയസ്സുകാലത്ത് നെയ്യും കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടണ ഈ സ്ഥലം സ്വർഗല്ലാതെ നരക? ഈ സ്വർഗത്തീ തന്നെ കരകയറ്റിയിടല്ലേ തിരുവൈക്കം വാഴും ശിവശംഭോ. വേലായുധ കുട്ടിയെ, ഈ സ്വർഗത്തിലേക്ക് ആരോ കടന്നു വരുന്നുണ്ടല്ലോ. ആണായാലും പെണ്ണായാലും പേരുദോഷക്കേട് കേൾപ്പിച്ച ഒരുപോലെയാ. വേലാൻകുട്ടി, നീ ഇങ്ങനെ ഒരു പമ്പര വിഡ്ഢിയായി പോയല്ലോടാ. അവനൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്ന പോലെ. നാണുകൂട്ടാ, ചാരായം കുടിച്ചിട്ടുണ്ടെങ്കിൽ വെറുമാക്ക് പറയാതെ വായല് വിരലിട്ട് അത് മുഴുവൻ ഛർദ്ദിച്ചു കള. എന്നിട്ട് മകനോടായാലും സുബോധത്തോടു കൂടി സംസാരിക്കും. നാനും സ്വഭാവത്തിൽ തന്നെയാ. അമ്മായിയമ്മ മിണ്ടി പോരുത്. പരമേശ്വര, ഞാൻ നേരത്തെ പറഞ്ഞതങ്ങ് മാച്ചു കളഞ്ഞേര്. ഈ നരകത്തീ തന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. കാര്യം
എനിക്ക് നിന്നെ അമ്മണിക്കുട്ടിയും വലിയ ഇഷ്ടാ. എന്നാലും നാണക്കേട് അത്യാവശ്യം എനിക്കുണ്ട്. ആ ചെറ്റയ്ക്ക് നിന്നെ വേണ്ടാന്ന് വെച്ചാലും പിന്നെയും പിന്നെ നീ എന്തിനാണ് അവിടെ പിറകെ പോകുന്നത്? ഈശ്വര, ഓരോന്ന് കേട്ട് കേട്ട് ഇവിടെ മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടായി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അമ്മണി എന്റേതാ. അതും പറഞ്ഞ എന്നെ അവളെ നിങ്ങളെല്ലാരും കൂടി വളർത്തിയത്. ഞങ്ങൾ ആ വാക്ക് വിശ്വസിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞ മനപ്പാടാക്കി. വെള്ളത്തണ്ട് ചായച്ച് എഴുതി അത്ര മാച്ച് കളയാൻ 1ാം ക്ലാസ്സിലെ സ്ലേറ്റ് ഒന്നുമല്ല ഞങ്ങളുടെ മനസ്സ്. അത് നീ പറഞ്ഞ നേരെ. ഹൃദയം വേറെ, സ്ലേറ്റ് വേറെ. അച്ഛൻ എന്നെ വഴക്ക് പറയുന്നതിന് പകരം ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ? ഇത് നിർത്തിയാൽ തന്നെ ചീത്തപ്പേര് കുറെ കുറഞ്ഞു കിട്ടും. നാളെ ഒരൊറ്റ ദിവസം കൂടെ കുടിച്ചിട്ട് നിർത്തിയേക്കാം. നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞെന്നിരിക്കും. അല്ലേ എന്താണ് കൂട്ട? നായയുടെ സമ്മതം ഇല്ലാതെ അതിന്റെ വാലെടുത്ത് കൊള്ളിടാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? നാളെ വിലാസിനൊക്കെ ഒരു ആലോചനയുമായിട്ട് ആരെങ്കിലും വന്നാ അവരോട് അച്ഛൻ ഇത് തന്നെ പറ. അച്ഛന്റെ പ്രതാപം കൊണ്ട് നമസ്കരിച്ച് അവളെയും കൂട്ടി അവരെങ്ങ് പൊക്കോളും. എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ഈ തൽക്കാലം പണമില്ലെന്നാണോ? മുഴുവനും വേണ്ട, 1 മാസത്തെ ശമ്പളങ്ങളും തരണം. ആവശ്യമുണ്ട്, അതുകൊണ്ടാ. ദേ, ഉള്ളത് തന്നെ എന്റെ വകയിലൊരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു. അവളൊന്ന് പച്ച പിടിച്ചോട്ടെന്ന് കരുതി. അതാ പ്രശ്നമായത്. താൻ മറ്റുള്ളവരെ പച്ച പിടിപ്പിക്കാൻ നടന്നോ? ജോലി ചെയ്ത ശമ്പളമാ ചോദിക്കുന്നത്. പണം കിട്ടാതെ ഞാൻ പോകില്ല. എന്നാ ഒരു കൊടിയും പിടിച്ച് അവിടെ ഇരുന്നോ. നാണു ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കും വിചാരിക്കണ്ട. കുഞ്ഞപ്പ പിടിച്ചോ. 4 മാസത്തെ ശമ്പളം ബാക്കിയുള്ളോ ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ? അച്ഛൻ കൊടിക്ക് പകരം വടിയാ എന്റെ തന്നയച്ച്. പറയണോ ഞാൻ എന്താ ചെയ്യേണ്ടത്? അടിച്ച് നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ. എന്റെ പൊന്നു എല്ലാം കൂടി എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം. അച്ഛനെ നിന്ദിക്കണമെന്ന് കരുതിയല്ല. ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ കൈ തരാമെന്ന് കരുതിയ. അച്ഛന്റെ കൈ കൊടുത്ത് അതൊക്കെ കള്ളു കുടിച്ച് നശിപ്പിക്കും മോനെ. എന്നാൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അതിന് നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ? വർക്ക്ഷോപ്പിൽ കയറി ചെന്ന് കുറിവർക്കി കിട്ടേണ്ട പൂശിയെന്നാ കേട്ടത്. ഉറക്കി ആകെ പേടിച്ചിരിക്കുക. ഏതായാലും അത് നന്നായി. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു. ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം. അങ്ങനെ ഞാനില്ലേ? അയ്യടാ, ആസനത്തിലൊരു കോലും കയറ്റി വെള്ളരിക്കാ കണ്ടത്തി കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല. പിന്നെ വേലായുധം കുട്ടി ഒരു മന്ദൻ. സംഭവം ഞാൻ അറിഞ്ഞു. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക്? എന്തിന്? വർക്കിയെ പോലൊരു മാന്യന് മാനമായിട്ട് വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ല എന്ന് വെച്ചാ അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാൾ അറിയട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു? അറിയട്ടെ. ഞാനുണ്ടോ തന്റെ കൂടെ? മേനെന്താ തലയ്ക്ക് വട്ടുണ്ടോ? അവൻ നല്ല ഉശിരുള്ള ചെറുപ്പക്കാരനാ. ആ ചെത്തുകാരനെയും കുട്ടിയുള്ള അവന്റെ ആ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി. ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം. അവനോട് ഇടയാൻ നിൽക്കണ്ട. തന്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി കീസയിലിട്ടുകൊണ്ട് പോകും. എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളും. തനിക്കൊരു അപകടം ഉണ്ടായിന്ന് അറിഞ്ഞ് ഓടിയെത്തി എന്നെ താൻ അപമാനിക്കുക? അയ്യോ, വർക്കിയുടെ കാര്യം വർക്കി നോക്കിക്കോളാം. ഞാൻ ഈ മീശ ചേർത്തൊന്നും തന്നല്ലോ. ആ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് 2 തരുന്നതായിരുന്നു. ഒരു നക്കാപ്പിച്ച വർക്ക്ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവറുകളെ ഒന്നിരുത്തി. അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന്. അതവനറിയില്ല. അവനറിയില്ല അല്ലേ? അവനെ ഞാൻ ഇവിടെ വരുത്തും. നീ നോക്കിക്കോ, ഞാനൊരു കാറ് വാങ്ങും. അതേടാ, ഒരു കാറ് വന്നു എന്നറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ പഠിക്ക് വരും. ഈ വർക്കി പറന്നു വരും. ഒരു മുതലാളി, നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം. ബെൻസിന് ഇപ്പൊ എന്ത് വരും? ബെൻസിന് ഇപ്പൊ എന്ത് വരും? അല്ല, നമുക്ക് കുഞ്ഞാപ്പനോട് ചോദിക്കാം. അല്ല ദേ, കണ്ടാമൊന്ന് ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 ഉറുപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മിണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ? എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ.
ഏറ്റു. ആ നാ. ഏഴ് ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരി കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ അഡ്വാൻസ് മേടിച്ചോ. നർസ് ബുക്ക് ഇതാ. എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ. ശരിയാൻ സ്ഥലം വിട്ടോ. സംഗതി എല്ലാം ഭംഗിയായിട്ടുണ്ട്. ആർസ് ബുക്ക് പിടിച്ചോളൂ. 2 കൈ കൊണ്ടും തരൂ. ഇതാ. ഭഗവാനെ. വാസു ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം തിരിക്കി 4 ആൾ കേക്കട്ടെ. ശരി അയച്ചോ. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ലോ. കേട്ടോ? ചതിച്ചു. അങ്ങനെ വണ്ടി ഇടിച്ചു. ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ കണ്ടിട്ടില്ല. ഞാൻ തല്ലരുത്. അയ്യോ